Hi, I'm Ashruti. I'm an ACC aspirant. Hope you all are doing well. നമ്മൾ 10ാം ക്ലാസ് കഴിയുമ്പോൾ അല്ലെങ്കിൽ +1 +2 പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ +2 കഴിയാറായ സമയത്ത് ഇങ്ങനെ നമുക്ക് ഒരുപാട് ഇങ്ങനെ കോൾസ് വരുമ്പോൾ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഏത് കോഴ്സാണ് എടുക്കാൻ ഇനി താല്പര്യം, എവിടേക്ക് ഏത് വഴിക്കാണ് നിങ്ങൾക്ക് പോകേണ്ടത്, നമ്മൾ ഓറിയൻറ്റേഷൻ സെഷൻ വെക്കുന്നുണ്ട്, വരാൻ താല്പര്യമുണ്ടോ, ഈ കോഴ്സ് ഇങ്ങനെയാണ് ആ കോഴ്സ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കോൾസ് വരാറുണ്ട്. ചില കുട്ടികൾക്ക് എന്താണ് ഇനി എടുക്കേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ലാതിരിക്കുന്നവരുണ്ടാവും. അപ്പോൾ അവരിങ്ങനെ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട്സിൻ്റെ ട്രാപ്പിൽ ചെന്ന് വീഴാൻ ഉള്ള ചാൻസ് ഉണ്ട്. ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് ACCA എന്ന കോഴ്സ് ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ളത് കൂടിയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇനി ഓൾറെഡി ചൂസ് ചെയ്ത് കഴിഞ്ഞവർ ചിലപ്പോൾ റിഗ്രറ്റായി എന്നൊക്കെ തോന്നാം. പിന്നെ മറ്റു കുട്ടികൾ വേറെ കോഴ്സ് എടുക്കുമ്പോൾ അത് മതിയായിരുന്നു ഇത് മതിയായിരുന്നു എന്നൊക്കെ ചിലർക്ക് തോന്നാം. അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഒരു കോമേഴ്സ് ബാക്ക്ഗ്രൗണ്ടുള്ള കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആകെ അറിയേണ്ടാവുക CA, CMA, CS, ACCA ആയിരിക്കും. എൻ്റെ ഒരു അനുഭവം പറയുക വെച്ചാൽ ഞാൻ CA എടുക്കാൻ വെച്ചിട്ടാണ് +1 കൊമേഴ്സ് ചൂസ് ചെയ്തത്. അങ്ങനെ +1 +2 പഠിക്കുന്ന സമയത്ത് എനിക്ക് തോന്നി CA എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല എന്നെൻ്റെ ഒരു മനസ്സിലിങ്ങനെ ഒരു എന്താ പറയുക ഒരു ഉൾവിളി. അപ്പം അങ്ങനെ എന്ത് ചെയ്യണം എന്ന് ഞാൻ ഫുള്ള് കൺഫ്യൂഷനിൽ ഇരിക്കുമ്പോഴാണ് ACCA പറ്റി അറിയുന്നത്. ACCA കുറച്ച് ഫ്ലെക്സിബിളാണ്, 13 പേപ്പർ സെപ്പറേറ്റ് ആയിട്ട് എഴുതി പാസ്സായാൽ മതി എന്നൊക്കെ കേട്ടു. അപ്പം അങ്ങനെയാണ് ഞാൻ ACCAക്ക് തിരിയുന്നത്. അപ്പോൾ ഞാൻ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വേണം എന്നൊക്കെ ഒരുപാട് റിസർച്ച് ചെയ്തു. ഇനി ഞാൻ എന്നിട്ട് പേപ്പർ വൈസ് എടുക്കണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എനിക്ക് പേപ്പർ വൈസ് എടുക്കാൻ പറ്റിയില്ല. ബിക്കോസ് എനിക്കറിയണ്ടായിരുന്നില്ല എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, പേപ്പർ വൈസ് എടുക്കാൻ എന്താ ചെയ്യേണ്ടത് ഒന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അവർ ഇങ്ങനെ ഒരുപാട് വിളിച്ച് അങ്ങനെ സംസാരിച്ചു എടുക്കല്ലേ അതല്ലേ ഇതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് +2 കഴിയുന്ന മുന്നേ ഫെബ്രുവരിയിൽ തന്നെ ഞാൻ അഡ്മിഷൻ എടുത്തു. അതും ഫുൾ പേപ്പറിൽ. എനിക്കറിയണ്ടായിരുന്നില്ല എത്ര പേപ്പറിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെ ഒരു സംഭവം എനിക്ക് അറിയണ്ടായിരുന്നില്ല. പിന്നെ അഡ്മിഷൻ്റെ ഫില്ല് ചെയ്യുന്ന ഫോം തരുമ്പോഴാണ് ടു P ലെവൽ, നോളേജ് ലെവൽ ടു P ലെവൽ എന്ന് പറഞ്ഞിട്ട് ഫുൾ 13 പേപ്പർ രജിസ്റ്റർ ചെയ്തിട്ട് പറഞ്ഞിട്ടാണ് ഫോം വരുന്നത്. അപ്പോഴാണ് ഗൈസ് പെട്ടു എന്ന് അറിയണത്. പിന്നെ എന്തായാലും ഇനിയിപ്പോൾ മാറി കളിക്കേണ്ട, ശരി അവിടെ തന്നെ പഠിക്കാൻ വെച്ചിട്ട് അങ്ങനെ അവിടെ സ്റ്റക്കായി നിന്നു. ഇപ്പം ഫുൾ പൈസ അവിടെ കിട്ടി. അപ്പോൾ അവിടെ തന്നെയാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ അവിടെ ചൂസ് ചെയ്തത് റിഗ്രറ്റ് ചെയ്യണമെന്നില്ല. പക്ഷേ ഇങ്ങനെ ചില കുട്ടികൾക്ക് പകുതി പഠിക്കുമ്പോൾ പകുതി പഠിച്ച് തോന്നും അയ്യോ എനിക്ക് ACCA പറ്റുന്നില്ലല്ലോ പറഞ്ഞിട്ട് അവരവിടെ നിർത്തി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ചിലപ്പോൾ പൈസ അവരുടെ അടുത്ത് ചോദിച്ചാൽ തിരിച്ച് കിട്ടണമെന്നില്ല. അപ്പോൾ ഒരു ഉറപ്പില്ല, നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ഉറപ്പില്ല എന്നുണ്ടെങ്കിൽ പേപ്പർ വൈസ് എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും. ഒരു പേപ്പർ പഠിച്ച് 2 പേപ്പർ പഠിച്ച് അങ്ങനെ ഓരോ പേപ്പർ പഠിച്ച് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും നമുക്ക് പറ്റുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ നമുക്ക് വലിയ പൈസ ഒന്നും നമ്മുടെ കയ്യിൽ നിന്ന് പോവില്ല പേപ്പർ വൈസ് ചെയ്യുകയാണെങ്കിൽ. ഓരോ പേപ്പറിനല്ലേ നമ്മൾ പൈസ അടച്ച്, ആ പേപ്പറിന് മാത്രം പൈസ അടച്ച് പഠിക്കുന്നു, ആ പേപ്പറിന് മാത്രം എക്സാം എഴുതാൻ പൈസ അടയ്ക്കുന്നു, അങ്ങനെയല്ലേ. അപ്പോൾ വലിയ ചിലവ് നമുക്ക് വരില്ല. ഇത് ഫുൾ പാക്കേജ് എടുക്കുകയാണെങ്കിൽ നമ്മൾ മൊത്തം പേപ്പറിനുള്ളത് ആദ്യം തന്നെ കെട്ടി വെക്കണം, അല്ലെങ്കിൽ EMI അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ചിലപ്പോൾ പറഞ്ഞ പോലെ ചിലർക്ക് പറ്റിയെന്ന് വരില്ല. സോ ടേക്ക് കെയർ ഓഫ് ദാറ്റ്. അവരോട് പറയാം നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് വിളിക്കണമെങ്കിൽ എനിക്ക് നോളേജ് ലെവൽ 4 പേപ്പർ മതിയെന്നോ അല്ലെങ്കിൽ 1 പേപ്പർ മതിയെന്നോ ഒന്നൊന്ന് ചെയ്യാമെന്ന് ഓൾറെഡി ആദ്യം തന്നെ പറയുക. ഇല്ലെങ്കിൽ അവർ P ലെവൽ വരെയുള്ള ഫുൾ അങ്ങ് ഇട്ട് തരും. ACCA പഠിക്കുമ്പോൾ അത്യാവശ്യം ചിലവുണ്ട്. അപ്പോൾ നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കൂടി നമ്മൾ നോക്കേണ്ടതാണ്. നമ്മുടെ പാരൻസിന് ഓക്കെയാണ്, ഇത്രയും ചിലവാക്കാൻ അവർ തയ്യാറാണ് എങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഫീസിൻ്റെ ചെറുതായിട്ടൊരു ഐഡിയ ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, അത് പോയി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ആൻഡ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ചിലർക്ക് പറ്റില്ല എന്നുള്ളത്. അതായത് 2-3 പേപ്പർ കഴിഞ്ഞാൽ തന്നെ അയ്യോ അതൊന്നും എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ഡ്രോപ്പ് ഔട്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ CAയിലും അങ്ങനെ തന്നെ ഒരുപാട് ഡ്രോപ്പ് ഔട്ട് ഉണ്ട്. എന്താ വെച്ചാൽ ഭയങ്കര ഒരുപാട് പഠിക്കാനുണ്ടല്ലോ, അത് ചിലപ്പോൾ നമുക്ക് പറ്റിയെന്ന് വരില്ല. CA മാത്രമല്ല വേറെ ഏത് കോഴ്സ് പഠിക്കുകയാണെങ്കിലും നന്നായിട്ട് പഠിക്കാനുണ്ട്. അതിപ്പോൾ ഈ ഒരു കോഴ്സിന് മാത്രം ഉള്ളതല്ല. ഇത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഫോണിൻ്റെ ഒരു കാലഘട്ടം ആയതുകൊണ്ട് ഭയങ്കര ലേസി ആയിട്ടുണ്ട്. നമ്മൾ ബുക്ക് തുറന്ന് പഠിക്കാൻ ഒരു 5 മിനിറ്റ് പഠിക്കും. അപ്പോൾ 5 മിനിറ്റ് പഠിച്ചാൽ തന്നെ നമ്മൾ 1 മണിക്കൂർ ഇരുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ എന്താണാവോ അങ്ങനെ ഒരു ഫോക്കസ് ഇല്ലായ്മയൊക്കെ ഈ ഒരു സമയത്ത് കൂടുതലായിട്ട് ഞാൻ കാണുന്നു. ഇപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഞാനിപ്പോൾ ഓൺലൈനായിട്ട് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്, ഓഫ്ലൈൻ ക്ലാസ് അവിടെ വേറെ നടക്കുന്നുണ്ട്. അപ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സിലുള്ള ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് എടുക്കുകയാണ്. അതായത് ബ്രേക്ക് ഉണ്ടാവും കേട്ടോ, ഒരു 1.5 hour കഴിഞ്ഞിട്ട് ബ്രേക്ക് ഉണ്ടാവും. അങ്ങനെ ബ്രേക്ക് ഉണ്ട്, എന്നിരുന്നാലും അവർ പറയണത് ഫോൺ നോക്കാനിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നുക, ഭയങ്കര ബോറടിക്കുന്ന പോലെ തോന്നുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഫോണൊന്നും നോക്കാതെയാണ് നമ്മളിങ്ങനെ ഇരിക്കുന്നുണ്ടാവുക. എന്നിട്ട് ഇപ്പോഴുള്ള ആൾക്കാർക്ക് ഫോൺ നോക്കാതെ ഇരിക്കാൻ തന്നെ പറ്റുന്നില്ല. അപ്പോൾ അതൊക്കെ ഭയങ്കരമായിട്ട് ഒരു പ്രശ്നം ഉള്ളൊരു സംഭവമാണ്. ഇപ്പോൾ +2 പഠിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഫോണ് മാക്സിമം മാറ്റി വയ്ക്കാൻ നോക്കുക, വെറുതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ അതൊക്കെ മാക്സിമം മാറ്റി വയ്ക്കാൻ നോക്കുക. കാരണം പിന്നീട് ഇത് ബുദ്ധിമുട്ടാവും. ഇതൊക്കെ നമ്മൾ ചെയ്തു വന്നതാണ്, അതുകൊണ്ട് ഇപ്പോൾ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്.
അപ്പോൾ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് കേട്ടോ, കൺസിസ്റ്റൻ്റ് ആയിട്ടിരിക്കണം. നമ്മൾ ഏതെങ്കിലും ഒരു സമയം നമ്മൾ പഠിക്കാനായിട്ട് മാറ്റി വെച്ചാലാണ് പിന്നെ അത് ഫ്യൂച്ചറിൽ യൂസ്ഫുൾ ആവുള്ളൂ. പിന്നെ നമുക്ക് പഠിക്കാനിരിക്കുമ്പോൾ അയ്യോ ഇത് എന്തത് 5 മിനിറ്റ് ഇരുന്നുണ്ടാവുള്ളൂ, അപ്പോൾ നമുക്ക് 1 മണിക്കൂർ ഇരുന്ന മാതിരിയൊക്കെ ഫീൽ ആവും. പിന്നെ 5 മിനിറ്റ് റീൽസ് നോക്കിയാൽ ആകെ 1 സെക്കൻഡ് 2 സെക്കൻഡ് ഫോൺ നോക്കിയ മാതിരി ഉണ്ടാവുള്ളൂ. അതായത് 1 മണിക്കൂർ നമ്മൾ ഫോൺ നോക്കണം വിചാരിച്ചു, അതിപ്പോൾ ഒരു 5 മിനിറ്റ് ഞാൻ നോക്കിയുള്ളൂ എന്നാണ് നമ്മൾ വിചാരിക്കുക. അങ്ങനെയും നമ്മൾ ട്രാപ്പായിരിക്കുകയാണ് ഫോണിൻ്റെ ആ ഒരു സോഷ്യൽ മീഡിയയിലൊക്കെ. അപ്പോൾ ബി അവെയർ ഓഫ് ദാറ്റ്, ഇറ്റ് ഈസ് എ ട്രാപ്പ്. പിന്നെ നമ്മൾ കേൾക്കുന്നതാണ് 21-ാം വയസ്സിൽ ലൈഫ് സെറ്റിലാവാന്നൊക്കെ. 21-ാം വയസ്സിൽ ലൈഫ് സെറ്റിലായ കുറച്ച് പേരൊക്കെ ഉണ്ടാവും. എന്നിരുന്നാലും അതായത് ഒരു 100 പേര് എഴുതിയ ഒരു 10 പേർക്ക് സെറ്റിലായിട്ടുണ്ടാവാം. അതുപോലെ എല്ലാവർക്കും നടക്കണം എന്നില്ല. ഓക്കെ, എന്താ പറയുക, ഞാൻ പറഞ്ഞില്ലേ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതും എന്താ പറയുക, ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വർക്ക് ചെയ്യാനുള്ളൊരു ആ ഒരു മെൻറ്റാലിറ്റിയിലൊന്നല്ല. പണ്ടത്തെ ആൾക്കാർ ആ പഠിച്ച് ശീലമുള്ളവർക്ക്, അതായത് പഠിക്കാൻ പഠിച്ചവർക്ക് പറ്റും, അല്ലാത്തവർ കുറച്ച് പിന്നിലാകും. അതിട്ട് നമ്മളിങ്ങനെ എക്സ്പെക്ട് ചെയ്ത് പോകരുത്. 21-ാം വയസ്സ് തന്നെ ഫുള്ള് പാസ്സായി നമുക്ക് CA ആവാം ICC ആവാം അങ്ങനെയൊന്നും എക്സ്പെക്ട് ചെയ്തിട്ട് പോകരുത്. ഫോക്കസ് ഓൺ റൈറ്റ് നൗ. ഇപ്പോഴത്തെ കാര്യം ഇപ്പോൾ പഠിക്കുക, എന്നിട്ട് മെല്ലെ മെല്ലെ പഠിച്ച് കയറി പോവാം. എക്സ്പെക്ട് ചെയ്യരുത്, അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ പണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഇത്രയും കോമ്പറ്റീഷൻ ഇല്ലായിരുന്നു. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ തന്നെ ജോലി കിട്ടുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇനി വരാൻ പോകുന്നതൊക്കെ ഡിഗ്രി വേണം. ഇനി ഡിഗ്രിയും പ്രൊഫഷണൽ കോഴ്സും കൂടി ഉണ്ടെങ്കിലാണ് ഒരു മാക്സിമം ഒരു ആവറേജ് സാലറി എങ്കിലും നമുക്ക് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ കുറച്ചും കൂടി പോയിച്ചാൽ നമുക്ക് ഇനി PG കൂടി വേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പോക്ക് പോയാൽ. അപ്പോൾ ജസ്റ്റ് ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ മാത്രം മതി ലൈഫ് സെറ്റിൽ ആവാൻ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെയും ട്രാപ്പിൽ വീഴരുത്. പിന്നെ ഒരുപാട് സാലറി എക്സ്പെക്ട് ചെയ്തിട്ട് പോകരുത്. എക്സ്പെക്റ്റേഷൻ കാരണമാണ് നമ്മൾ പിന്നെ ഡിസപ്പോയിൻ്റ് ആവുക. ഓക്കെ, ഞാൻ എടുത്തിരിക്കുന്നത് ACCA + BCom 9 പേപ്പർ എക്സംഷൻ കിട്ടണ ആ ഒരു പ്രോഗ്രാമാണ് കേട്ടോ. നമ്മളിപ്പോൾ +2 കഴിഞ്ഞിട്ട് വരുമ്പോൾ എന്താണെന്ന് വിചാരിക്കുക, പെട്ടെന്ന് തീരണം, പെട്ടെന്ന് ഒരു ജോലി ആവണം, പൈസ ഉണ്ടാക്കണം, അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലാണ് നമ്മളിരിക്കുക. നമ്മൾ ഭയങ്കര 5 വർഷം കോഴ്സൊക്കെ ആണെങ്കിൽ എടുക്കാനേ പോയില്ല. അങ്ങനെ ഒരു മൈൻഡ് സെറ്റാണ് നമ്മൾ +2 കഴിയുമ്പോൾ ഉള്ളത്. അപ്പോൾ ഞാൻ ഈ കോഴ്സ് ചൂസ് ചെയ്തു. 9 പേപ്പർ എക്സംഷൻ ഉണ്ട്. എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഫുൾ പേപ്പർ 13 പേപ്പറും പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ 4 പേപ്പർ കഴിഞ്ഞു, 5ാമത്തെ പേപ്പറാണ് ഞാൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ എക്സംഷൻ ആ റൂട്ടിൽ പോകുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് എന്താണെന്നാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. നമ്മൾ ബാക്കി മറ്റ് റെഗുലർ ACCA സ്റ്റുഡൻസിനെ പോലെ നമ്മൾ നല്ല ഹാർഡായിട്ട് വർക്ക് ചെയ്യില്ല. കുറച്ച് നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ടാണ് ഉണ്ടാവുക. പിന്നെ ഒപ്പം തന്നെ BCom പഠിച്ച് പോകണം കേട്ടോ. BCom നമ്മൾ പാസ്സായാലാണ് 9 പേപ്പർ എക്സംഷൻ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു ഡിഗ്രി അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ കൊണ്ടുപോകണം. എന്നാലാണ് കാര്യമുള്ളൂ. അപ്പോൾ ആ 4 പേപ്പർ ചെയ്തപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ +2 എനിക്ക് 96% മാർക്കുണ്ട്. അത്യാവശ്യം ഇംഗ്ലീഷും അറിയാം. പക്ഷേ ACCയുടെ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ എനിക്കൊന്നും തിരിയാറില്ല എന്നുള്ളതാണ് സത്യം. നമ്മളിപ്പോൾ പഠിക്കുമ്പോൾ എല്ലാ കോൺസെപ്റ്റ്സ് ഒക്കെ നമുക്ക് മനസ്സിലാവും. അവർ എന്താ പറയുന്നത് നമ്മൾ മലയാളത്തിലല്ലേ മനസ്സിലാക്കുക, അതൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷേ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഒന്നും കിട്ടില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ്. ഇതിപ്പോൾ തുടക്കല്ലേ, നമ്മൾ +2 കണ്ട് അങ്ങനെ വരുന്നു, എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ലാതെ നമ്മൾ ഇരുന്ന് ഓരോന്നും ചെയ്യുക. അപ്പോൾ ഓരോന്നിപ്പോൾ പഠിച്ച് വരുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ഇന്നതാണ് ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ. പിന്നെ ഞാൻ പറഞ്ഞത് ഇംഗ്ലീഷ്, നമ്മളിപ്പോൾ വേറൊരു സ്റ്റേറ്റ് ആണെങ്കിൽ പോലും അവിടെ അവർ കൂടുതലായിട്ട് ഇംഗ്ലീഷിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റിലാണെങ്കിൽ അവർ കൂടുതലും ഇംഗ്ലീഷാണ് ഉപയോഗിക്കുക. അവരുടെ ഒരു ലാംഗ്വേജ് അവരുടെ ഹിന്ദിയോ വേറെ ലാംഗ്വേജ് ആണെങ്കിൽ മറ്റേ ലാംഗ്വേജ് അവരുടെ ഇംഗ്ലീഷ് ആയിരിക്കും. പക്ഷെ നമ്മുടെ എന്ന് പറയുന്നത് മലയാളമാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ പെട്ടെന്നൊരു ഫുൾ ഇംഗ്ലീഷ് അങ്ങനെയൊക്കെ തോന്നുമ്പോൾ, അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കാനും ആൻസർ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ +2 എനിക്ക് 96% അത് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞാൽ എന്തല്ലേ. അപ്പോൾ നമ്മൾ +2 മാർക്കുണ്ട് എന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ളത് പറ്റി എന്നൊന്നും വരില്ല. പറ്റും, പക്ഷെ നമ്മൾ അതുപോലെ നമ്മൾ ചേഞ്ച് ചെയ്യാനും റെഡി ആവണം. അപ്പം അങ്ങനെ ഞാൻ കുറേ കുട്ടികൾ പറയുന്നുണ്ട് കൺസിസ്റ്റൻ്റ് ആവാൻ പറ്റുന്നില്ല, ഒന്നും മനസ്സിലാവില്ല. അതൊക്കെ ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നമാണ്. നമ്മൾ ചേഞ്ച് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇംഗ്ലീഷ് മനസ്സിലാവുന്നില്ലെങ്കിൽ ഓരോ വേർഡ്സിൻ്റെ മീനിങ് എന്താണെന്ന് അപ്പോൾ തന്നെ നോക്കിയിട്ട് അതൊക്കെ മനസ്സിലാക്കാൻ നോക്കുക. അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യുക. പിന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ നമ്മുടെ സ്കിൽ ഡെവലപ്മെൻറ്റിനായിട്ട് ഓരോ പ്രോഗ്രാംസ് അവർ കണ്ടക്ട് ചെയ്യും. അതിലൊക്കെ മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു വേദിയിൽ എംബാരസ് ആയെങ്കിലും എംബാരസ്മെൻറ്റിലൂടെ എല്ലാവരും കടന്നു പോകണം എന്നുള്ളതൊരു യൂണിവേഴ്സൽ നിയമമല്ലേ. അതൊക്കെ കടന്നു പോയിട്ട് ഒരു നല്ലൊരു എന്താണ് പ്രസൻറ്റർ ആവുക. അങ്ങനെ ഓരോ പ്രസൻറ്റേഷൻ ആ ഒരു സ്കില്ലുണ്ടല്ലോ അതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ടാവും. അപ്പോൾ നമുക്ക് പേടിയാണെന്ന് പറഞ്ഞിട്ട് പോവാതിരിക്കില്ല വേണ്ടത്. എന്തിനൊക്കെ പോയി പറഞ്ഞ് വരിക, എന്നാലും നമുക്ക് ആ പേടിയൊക്കെ മാറുക. അപ്പോൾ അങ്ങനത്തെ കുറേ സ്കിൽസ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് എടുക്കണം. പിന്നെ കമ്മ്യൂണിക്കേഷൻ രംഗത്ത് ഞാൻ പറഞ്ഞത്, പിന്നെ മീനിങ്സ് മനസ്സിലാവേണ്ടത് അപ്പോൾ തന്നെ ഒന്ന് അറിയില്ലെങ്കിൽ അപ്പോൾ തന്നെ അത് നോക്കിയിട്ട് അങ്ങനെ പോവാം.
പിന്നെ നമ്മൾ ഇപ്പോൾ ഒരു ജോലി വേണം എന്നൊക്കെ ഉള്ളത് നമ്മളൊരു അത്യാവശ്യമല്ലേ, അങ്ങനെയൊക്കെ വിചാരിച്ച് അങ്ങനെ പഠിച്ച് പോയിക്കോളും. ഓക്കെ. പിന്നെ പെട്ടെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുമ്പോഴാണ് ഇപ്പോൾ ഇങ്ങനെ ഒരുപാട് വിഷമങ്ങളൊക്കെ വരുന്നത്, പറ്റുന്നില്ലല്ലോ, അതങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. പിന്നെ ഒരു പ്ലസ് ടു കഴിഞ്ഞാൽ തന്നെ ഒരു ഇതാവും, ബാക്കിയുള്ളവർക്ക് നമ്മൾ എന്താ ചെയ്യുന്നത്, എന്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ഒന്നും മനസ്സിലാവില്ല. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ലാന്നൊക്കെ തോന്നാം. അങ്ങനെ നല്ല ശരിക്കും നമ്മൾ ഒരുപാട് പേര് ഇതിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് മാത്രമാണ് ഇങ്ങനെയെന്നൊന്നും വിചാരിച്ചിട്ട് വിഷമിച്ചിരിക്കരുത്. ഡോണ്ട് ഗീവ് അപ്പ് ഗൈസ്.